ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടുക എന്നത് അപ്രാപ്യമായ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അതിന് വിരാമമിട്ടുകൊണ്ട് ആദ്യമായി ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ 200 റൺസ് എന്ന അപൂർവ നേട്ടം കൈവരിച്ചത് ക്രിക്കറ്റ് ദൈവമെന്ന് നാം വിശേഷിക്കുന്ന സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർ തന്നെയാണ്. അതിനുശേഷവും കുറച്ചു താരങ്ങൾ ഈ നേട്ടം കൈവരിക്കുകയുണ്ടായി. അത്തരം കുറച്ചു താരങ്ങളെക്കുറിച്ചും ആ മത്സരങ്ങളെക്കുറിച്ചുമുള്ള ഒരു ചെറിയ വിവരണമാണ് ഈ വീഡിയോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സീക്ക് സ്പോർട്സ്. ഈ വീഡിയോയിൽ അപാകതകളും ചെറിയ തെറ്റുകുറ്റങ്ങളും ഉണ്ടാകാം. അതൊക്കെ ക്ഷമിച്ച് കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുമല്ലോ. നിലവിലെ കണക്കുകൾ അനുസരിച്ച് 12 തവണയാണ് ഏകദിന മത്സരങ്ങളിൽ പല താരങ്ങളും ഡബിൾ സെഞ്ചുറി പൂർത്തിയാക്കിയിട്ടുള്ളത്. ലിസ്റ്റിലെ 1-ാം സ്ഥാനക്കാരനും ഇന്നും ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും വലിയ വ്യക്തിഗത സ്കോറിന് ഉടമയായി നിൽക്കുന്നതും മറ്റാരുമല്ല, ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ, നമ്മുടെ എക്കാലത്തെയും മികച്ച ഹിറ്റ്മാൻ രോഹിത് ശർമ്മ തന്നെയാണ്. 2014 ശ്രീലങ്കയ്ക്കെതിരെ കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ നടന്ന മത്സരത്തിൽ 33 ബൗണ്ടറികളും 9 സിക്സറും ഉൾപ്പെടെ 264 റൺസാണ് രോഹിത് തന്റെ പേരിൽ കുറിച്ചത്. 152 ആയിരുന്നു അദ്ദേഹത്തിന്റെ ആ മത്സരത്തിലെ ബാറ്റിംഗ് ശരാശരി. രോഹിത്തിനെ ഒറ്റയ്ക്കൊരു ടീമായി പ്രഖ്യാപിക്കണം എന്നുവരെ പിറ്റേന്ന് പല ആരാധകരും പറയുകയുണ്ടായി. ഈ റെക്കോർഡ് ഇന്നും തകർക്കപ്പെടാതെ നിൽക്കുന്നു. കൂടാതെ 3 തവണയാണ് ഡബിൾ സെഞ്ചുറി എന്ന നേട്ടം അദ്ദേഹം കൈവരിക്കുന്നതും. ഈ ലിസ്റ്റിലെ തന്നെ 2-ാം സ്ഥാനം 237 റൺസ് എടുത്ത ന്യൂസിലൻഡ് താരം മാർട്ടിൻ ഗുപ്തിലാണ്. വെസ്റ്റ് ഇൻഡീസിനെതിരെ വെല്ലിംഗ്ടണിൽ നടന്ന മത്സരത്തിൽ 11 സിക്സറുകളും 24 ബൗണ്ടറികളും അദ്ദേഹത്തിന്റെ ആ സുന്ദരമായ ഇന്നിംഗ്സിൽ ഉണ്ടായിരുന്നു. 2015 മാർച്ചിലാണ് ഗുപ്തിൽ ഈ നേട്ടം കൈവരിച്ചത്. 3-ാം സ്ഥാനത്ത് നോക്കുമ്പോൾ ഇന്ത്യയുടെ തന്നെ എക്കാലത്തെയും വെടിക്കെട്ട് വീരൻ വീരേന്ദർ സെവാഗാണ്. വെസ്റ്റ് ഇൻഡീസിനെതിരെ 2011 ഡിസംബറിൽ ഇന്ത്യയിൽ നടന്ന ഏകദിന മത്സരത്തിലാണ് സെവാഗ് തന്റെ ഡബിൾ സെഞ്ചുറി പൂർത്തിയാക്കിയത്. 25 ഫോറുകളും 7 സിക്സറുകളും പായിച്ച അദ്ദേഹം അന്ന് 219 റൺസാണ് നേടിയത്. 4-ാം സ്ഥാനത്തുള്ള താരം വെസ്റ്റ് ഇൻഡീസിന്റെ എക്കാലത്തെയും വെടിക്കെട്ട് താരം ക്രിസ് ഗെയിലാണ്. ക്രിക്കറ്റിൽ യൂണിവേഴ്സൽ ബോസ് എന്ന് അറിയപ്പെടുന്ന താരം ഈ നേട്ടം സ്വന്തമാക്കിയത് 2015 ഫെബ്രുവരിയിൽ സിംബാബ്വെക്കെതിരെ ആയിരുന്നു. 215 റൺസാണ് അദ്ദേഹം അടിച്ചുകൂട്ടിയത്. 5-ാം സ്ഥാനം പാക് താരം ഫഖർ സൽമാൻ ആണ്. 2018 ജൂലൈയിൽ സിംബാബ്വെക്കെതിരെ തന്നെ നടന്ന മത്സരത്തിൽ അദ്ദേഹം 210 റൺസ് എടുക്കുകയായിരുന്നു. ലിസ്റ്റിൽ 6-ാമതായി നിൽക്കുന്നത് 2024 ഫെബ്രുവരി 9-ാം തീയതി ശ്രീലങ്കൻ സ്റ്റാർ ബാറ്റ്സ്മാൻ പാത്തും നിസംഗ അഫ്ഗാനിസ്ഥാനെതിരെ നേടിയ 210 റൺസാണ്. 8 സിക്സറുകളും 20 ബൗണ്ടറികളുമാണ് അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് പിറന്നത്. 7-ാം സ്ഥാനത്തുള്ളത് മറ്റൊരു ഇന്ത്യൻ യുവതാരം ഇഷാൻ കിഷൻ തന്നെയാണ്. 24 ബൗണ്ടറികളുടെയും 10 സിക്സറുകളുടെയും അകമ്പടിയോടെ 210 റൺസ് അദ്ദേഹം നേടിയത് 2022 ഡിസംബർ 10-ാം തീയതി ബംഗ്ലാദേശിനെതിരെ ആയിരുന്നു. 8-9 സ്ഥാനങ്ങളിൽ 1-ാം സ്ഥാനത്തുള്ള നമ്മുടെ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ തന്നെയാണ്. 208, 209 എന്നിങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ വ്യക്തിഗത സ്കോർ. ഇത് യഥാക്രമം 2017 ഡിസംബറിൽ ശ്രീലങ്കയ്ക്കെതിരെയും 2013 നവംബറിൽ ഓസ്ട്രേലിയക്കെതിരെയുമായിരുന്നു. 10-ാം സ്ഥാനം അലങ്കരിക്കുന്നത് മറ്റൊരു ഇന്ത്യൻ യുവതാരമായ ശുഭ്മാൻ ഗിൽ തന്നെയാണ്. 2023 ജനുവരി 18-ന് ഹൈദരാബാദ് രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ വെച്ച് ന്യൂസിലൻഡിനെതിരെ 208 റൺസാണ് അദ്ദേഹം അടിച്ചുകൂട്ടിയത്. 19 സിക്സറുകളും 19 ബൗണ്ടറികളും ഉൾപ്പെടുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സ്. 11-ാം സ്ഥാനത്ത് ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ ഗ്ലെൻ മാക്സ്വെൽ ആണ്. 2023 നവംബർ 7-ാം തീയതി അഫ്ഗാനിസ്ഥാനെതിരെ ആയിരുന്നു അദ്ദേഹം 201 റൺസ് കുറിച്ചത്. മുംബൈ വാങ്കഡെ സ്റ്റേഡിയം നടന്ന മത്സരത്തിൽ 10 സിക്സറുകളും 21 ബൗണ്ടറികളും അദ്ദേഹം നേടി. ലിസ്റ്റിൽ 12-ാം സ്ഥാനത്തുള്ളത് നമ്മുടെ സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർ തന്നെയാണ്. അദ്ദേഹമാണ് 2010 സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയിലെ ഗ്വാളിയാറിൽ വെച്ച് നടന്ന മത്സരത്തിൽ ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിലെ ആദ്യമായി ഡബിൾ സെഞ്ചുറി എന്ന നേട്ടം കൈവരിച്ചത്. 136 ശരാശരിയിൽ 25 ഫോറുകളുടെയും 3 സിക്സറുകളുടെയും അകമ്പടിയോടെയാണ് അദ്ദേഹം അന്ന് 200 റൺസിന് നോട്ട് ഔട്ട് എന്ന നിലയിലേക്ക് എത്തിയത്. വരും കാലങ്ങളിൽ കൂടുതൽ താരങ്ങൾക്ക് കൂടുതൽ റൺസ് കണ്ടെത്തുവാൻ സാധിക്കട്ടെ, ഈ റെക്കോർഡുകളൊക്കെ തകർക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.